ഇത് വ്യക്തമായ ഖുർആനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക, ഇവിടെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബായ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. നിങ്ങൾ സമസ്തക്കാര മദ്രസ പോയ ആൾക്കാർ പോലും പഠിച്ചൊരു കാര്യമുണ്ട് ചെറുപ്പത്തിൽ. എന്താ? പ്രവാചകന്മാർക്ക് നിർബന്ധമായി ഉണ്ടാവേണ്ട ഒരു സിഫത്തുണ്ട്, ഒന്നല്ല ഒന്നിലധികം ഉണ്ട്. അതിൽ പെട്ട ഒരു കാര്യമാണ് ഫതാനത്ത്, ബുദ്ധിസാമർഥ്യം ഉണ്ടാവണം, മന്ദപ്പുണ്ടാവാൻ പാടില്ല. മന്ദബുദ്ധി ആവാൻ പാടില്ല ഒരൊറ്റ നബിയും. എല്ലാ നബിമാരും നല്ല ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു. കാരണം എന്താ? നുബുവത്തും റിസാലത്തും കൊണ്ടടക്കണമെങ്കിൽ പൂർണ്ണ ബുദ്ധി ഉണ്ടാവണം, അല്ലെ? എന്റെ ഹബീബായ റസൂലുള്ളാഹി സത്യസമ്പൂർണൻ, അദ്ദേഹം ഇൻസാൻ കാമിൽ, പൂർണ്ണ മനുഷ്യനായിരുന്നു. ഇനി അതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ പുസ്തകത്തിൽ എന്നെ പറയുന്നുണ്ട്, ഖുർആന് വിരുദ്ധമായ കാര്യം ഹദീസിൽ വന്നാലും അത് അംഗീകരിക്കണ്ട. നിങ്ങൾക്ക് വായിക്കാൻ നേരല്ല, വേണ്ട ആൾക്കാർ പോയി വാങ്ങിക്കോളൂ, വായിച്ചോളൂ കേട്ടോ. ഖുർആന് വിരുദ്ധമായ ഹദീസ്, അതിനെതിലൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ബഹുമാന്യനായ സക്കരിയ സലാഹിം അബൂബക്കർ സലഫിയെ പോലുള്ള ആൾക്കാർ. എന്താണോ? പിന്നെ ഖുർആനിലെ വ്യക്തമായ നിയമങ്ങൾക്ക് വിരുദ്ധമാകുക, വ്യഭിചാരപുത്രന്റെ 7 തലമുറ സ്വർഗത്തിൽ പ്രവേശിക്കയില്ല എന്ന് നബി പറഞ്ഞായി ഉദ്ധരിക്കപ്പെടുന്നത് വ്യാജമാണെന്ന് ഇക്കാരണത്താലാണ് വിധിക്കപ്പെട്ടത്. ഹദീസുണ്ട് അങ്ങനെ. എന്ത്? വ്യഭിചാരത്തിൽ ജനിച്ച ഒരു പുത്രൻ, ആ പുത്രന്റെ മകന്റെ 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 മകൻ 7 തലമുറ സ്വർഗത്ത് കിടക്കൂല, ഹദീസുണ്ട്. അത് വലിച്ചെറിയണമെന്ന് സക്കരിയ ഉസ്താദ് പറഞ്ഞിരുന്നത് നമുക്ക്. എന്തുകൊണ്ട്? ഖുർആന്റെ ആശയത്തിന് അത് എതിരാണ്. എന്താ ഖുർആന്റെ ആശയം? വലാ തസിറു വാസിറത്തും വിസ്റ ഉഖറ, ഒരാളുടെ തെറ്റ് മറ്റൊരാൾ ഏൽക്കേണ്ടതില്ല. അതിനനുസരിച്ച് നോക്കുമ്പോ ഈ ഹദീസ് വലിച്ചെറിയണമെന്നാ പറഞ്ഞത്. അള്ളാന്റെ റസൂലിനെ പറ്റി അള്ളാഹ് പറയാ, നബിക്കു മരണം ബാധിച്ചു എന്ന് കാഫിറുകൾ പറഞ്ഞു പരത്തിയ ഖുർആൻ പറയാ. നമ്മളാൾക്കാർ പറയാ ഖുർആനാണ് വലിച്ചെറിഞ്ഞേക്കി, എന്നിട്ടോ ആ ഹദീസിൽ പറഞ്ഞ അതാണ് അംഗീകരിച്ചാ മതി. അപ്പൊ നിങ്ങൾക്ക് വേറെ സംശയം ഉണ്ടോ? ഇത് ലോകത്ത് വേറെ പണ്ഡിതന്മാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ നമ്മുടെ ഈ സഹോദരന്മാർ തെറ്റിദ്ധരിച്ച പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാർ പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, വേറെ ഏതെങ്കിലും മഹാന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, ധാരാളം മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ജാമിഉൽ അഹ്കാം എന്ന് പറഞ്ഞ ഹംബലി ഹനഫി മദ്ഹബിലെ കിതാബ് എഴുതിയ, ജാമിഉൽ അഹ്കാം എന്ന് പറഞ്ഞ കിതാബ് എഴുതിയ ഇമാം അബൂബക്കർ ജുസ്സാസ്, ഒരു പക്ഷെ അയാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടായില്ല. എന്തുകൊണ്ടാ? നമ്മളവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ ഷാഫിയാക്കളാ. അപ്പൊ ഷാഫി മദ്ഹബിലെ ഇമാം ഷാഫിയെ, ഇമാം നവവിയെ, റാഫി ഇമാമിനെ, റംലി ഇമാമിനെ, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുള്ളൂ. ഹനഫി മദ്ഹബിൽ മുടിചൂടാമന്നൻ, എന്റെ ഓർമ്മയിൽ 10-ലധികം കിതാബിന്റെ കർത്താവ്, അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വായിക്കാൻ സമയമുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ എനിക്കറിയോ? അധമന്മാര് ദീൻ കൊണ്ട് കളിക്കാൻ അള്ളാഹിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത്, അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി നിരീശ്വരവാദികളെ പോലത്തവർ കടത്തിക്കൂട്ടിയ ആശയമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി സയ്യിദ് റഷീദ് റളിയല്ലാഹു പറഞ്ഞ ഞാൻ പോകുന്നില്ല. ഇനി തഫ്സീർ മറായി ഒന്ന് എടുത്ത് മറിച്ച് നോക്കണ്ടി. തഫ്സീർ അൽ മറായി, മുസ്തഫ അൽ മറായിയുടെ, അതിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, മഹാന്മാര് പറഞ്ഞാലേ അംഗീകരിക്കാവൂ, അങ്ങനെയുണ്ടോ? ഖുർആനിലും സുന്നത്തിലൊരു കാര്യം വ്യക്തമായി പറഞ്ഞാൽ പണ്ഡിതന്മാര് പറയണമെന്ന് ആരാ പഠിപ്പിച്ചെന്നത്? ഇവിടെ തറാവീസ്കാർ എത്ര റക്അത്താ നമ്മൾ നിസ്കരിക്കുന്നത്? മഹാന്മാര് ഷാഫി ഇമാം, ഹനഫി ഇമാം, ഹംബലി ഇമാം ഒക്കെ എത്രയാ പറഞ്ഞത്? 23 റക്അത്ത്. നമ്മളോ 11 റക്അത്ത്. അവിടൊക്കെ മഹാന്മാരെ ഒഴിവാക്കാം. കാരണം എന്താ? അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഇങ്ങനെയാണ്. ഇവിടെ അള്ളാഹ് പറയണത് അള്ളാന്റെ റസൂലിന് സിഹിർ ബാധിച്ചിട്ടില്ല കേട്ടോ. നമ്മളാൾക്കാർ പറയാം അല്ല ബാധിച്ചിക്കണ്, അത് അങ്ങോട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഖുർആനാണ് വലിച്ചെറിഞ്ഞോളൂ, ഇതുകൊണ്ട് അംഗീകരിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഹദീസ് നിഷേധികളാണ്. പിന്നെ കുറെ കാര്യങ്ങൾ പറയാണ്ട് സുഹൃത്തുക്കളെ. പിന്നെ ബുഖാരിയിലെ ഈ ഹദീസുകൾ പലയിടത്തും പല ആശയ പറഞ്ഞത്. ചിലർക്ക് കിണർ കുഴിച്ചു മൂടി, ചിലർക്ക് കിണറ്റിൽ നിന്ന് അത് എടുത്ത് ആ സിഹിറിന്റെ ഭൗതിക വസ്തുക്കളെ എടുത്തിട്ടാണ്ട് നശിപ്പിച്ചു, വൈരുദ്ധ്യാണ് പറഞ്ഞത്. നബിക്കു ഇത് ബാധിച്ച കാലയളവ് വൈരുദ്ധ്യാണ് പറഞ്ഞത്. ലബീദ് ഇബ്നു അസ്സമിനെ പറഞ്ഞുള്ളത് അവിശ്വസനീയമായ പല കഥകളുമാണുള്ളത്. ഇങ്ങനെ പലതുകൊണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് മഹാനായി കാണേണ്ടതുണ്ട്, ലോകത്തിന്റെ മുമ്പിൽ അങ്ങനെ അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ റസൂലുള്ളാഹി 6 മാസം വട്ടുപിടിച്ചവനല്ല എന്ന് പറയേണ്ടത്. അത് പറഞ്ഞവരൊക്കെ കുടുങ്ങി. അത് പറഞ്ഞവർ ബഹുമാന്യനായ മമ്മക്ബർ വലിയ മഹാനാ. അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു പാതിരിയുടെ മുമ്പിൽ അദ്ദേഹം ഇടങ്ങേറായി. പാതിരി ചോദിച്ചു, 6 മാസം തലക്ക് വെളിവില്ലാതെ പറഞ്ഞ ആളെ എങ്ങനെ അംഗീകരിക്കും? അങ്ങനെ പറഞ്ഞ മുഹമ്മദിന്റെ വാക്ക് എങ്ങനെ അംഗീകരിക്കും? മറുപടി ബബബായി പോയി. ആ ക്ലിപ്പ് സൗകര്യം പോലെ പോയിണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിച്ച് ബഹുമാനത്തോടുകൂടി ജീവിക്ക് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട നസാഫ് സാഹിബ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ശരിക്കും 1 മണിക്കൂർ നിങ്ങളുമായി ഈ വിഷയം സംവദിക്കാൻ സമയം വേണ്ടിവരും. എനിക്ക് 2 മിനിറ്റ് ഉണ്ട്. എനിക്ക്
പിന്നെ ഈ വിഷയം സംവദിക്കാൻ കഴിയേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ അത്രക്ക് വലിയ ഒരുപാട് ആരോപണങ്ങളാണ് നിങ്ങൾ ഈ ആളുകൾക്കെതിരെ പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ. ആ പ്രയോഗമൊക്കെ വളരെ തെറ്റായ പ്രയോഗമാണ്. കാരണം ജക്കരിയ മൗലവിയെയോ ലോകത്തുള്ള ഏതെങ്കിലും മൗലവിയെ അന്ധമായി തെക്ലീദ് ചെയ്യുന്നവരല്ല ഞങ്ങൾ. ഇനി നിങ്ങൾ കാര്യമായിട്ട് പിടിച്ചതെന്ന് പറഞ്ഞാല് ഖുർആനിന് വിരുദ്ധമാണ് ഈ ഹദീസ്. ചെറിയ മുണ്ടം പറഞ്ഞത് ഞാൻ വായിക്കാം, എന്റെ സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വായിക്കാം. ഈ അവകാശപ്പെട്ടതെന്നും വിമർശകർ ആരോപിച്ച കാര്യം വിശുദ്ധ ഖുർആനിൽ 17:47, 17:101, 25:8, 26:153, 26:185 ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബുഖാരിയിലെ ഹദീസ് ശരിയാണെങ്കിൽ വിമർശകരുടെ ആരോപണം ന്യായമാണെന്ന് വരുമെന്നാണ് ആ ഹദീസിന്റെ പ്രാമാണികതയിൽ സംശയം പ്രകടിപ്പിക്കുന്ന ചിലർ, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സിഹിർ ബാധിതനാണെന്ന് ഫിർഔൻ ആരോപിച്ച കാര്യം എടുത്തു പറഞ്ഞ പരിശുദ്ധ ഖുർആൻ 17:101 തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജാലവിദ്യക്കാരുടെ സിഹിർ നിമിത്തം മിഥ്യാദർശനമുണ്ടായ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുക എന്ന അതിന് അർത്ഥമുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പാമ്പ് ഒരു വടി പാമ്പായിട്ട് തോന്നിയിട്ട് ഇങ്ങനെ ഓടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭ്രാന്താണോ എന്ന് എനിക്കറിയില്ല. ചെറിയ മുണ്ടത്തിനോട് ചോദിക്കേണ്ടി വരും. സുവ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന, അത് വലിയൊരു പോയിന്റാണ്, നിങ്ങൾ പഠിച്ചു വെച്ചോ. ഒരു പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന മുഴുവൻ ആശയാദർശങ്ങളും ആരുടെയോ സിഹിർ ബാധിച്ചതിന്റെ ഫലമായി ഉണ്ടായ മനോവൈകല്യത്തിന്റെ ഫലമാണെന്ന് പറയുന്നതും പ്രവാചകന്റെ ജീവിതത്തിൽ എപ്പോഴോ ഒരിക്കൽ സിഹിർ ബാധ നിമിത്തം മിഥ്യാദർശനമോ അയഥാർത്ഥമായ തോന്നലോ ഉണ്ടായി എന്നും പറയുന്നതും തമ്മിൽ അന്തരമുണ്ട്. കൂടുതൽ സൂക്ഷ്മജ്ഞാനം അല്ലാഹുവിനാണുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കുവാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേയുള്ളൂ. വായിച്ചാൽ മനസ്സിലായി. അല്ല, നമുക്ക് ഷബാബിന്റെ ലക്കം ഇങ്ങനെ സ്ഥിരമായിട്ട് ഷബാബ് വായിക്കുന്ന മനുഷ്യന്മാരെ ഈ കണ്ട ആൾക്കാരൊക്കെ പിന്നെ ഓർക്ക് ഇങ്ങനെ ഷബാബ് ഫുള്ളായിട്ട് വലിയ നമ്മൾ പറയുന്നുണ്ടല്ലോ സഹോദരന്മാരെ, കുറെ ഇടങ്ങാറായി ഓതുണ്ടാക്കി കുറെ ഇടങ്ങാറായി നിസ്കരിച്ചു. സലാം വീട്ടിനതിന് മുമ്പ് ചെറിയൊരു തെറ്റുണ്ടായി നമ്മളേക്കുന്ന്, ഒരു കീവായാണ് പോയി. ഇതില്ലേരെ ബാത്തിലായില്ലേ എന്ന മാരിക്കാണ് ഫൈസൽ ഈ വായിച്ചുണ്ടാക്കി ഒക്കെ മൂപ്പരെന്നെ ബാത്തിലാക്കി. എന്താ കെ ദക്കരിയ പോലത്തെ ആൾക്കാർക്ക് ആർക്കും ഞങ്ങൾ അപ്രമാദിത്വം കൽപ്പിക്കണില്ല. എന്നിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ എന്താ അബ്ദുൽ ഹമീദ് മദനിക്ക് നിങ്ങൾ അപ്രമാദിത്വം കൽപ്പിക്കണം എന്ന്. അതെന്ത് വർത്താനാ? ചെറിയ മുണ്ടത്തിന് അപ്രമാദിത്വം കൽപ്പിക്കണം. ഞാൻ പറഞ്ഞു സഹോദരൻ ഫൈസലെ, അവിടെ താങ്കളുടെ പ്രദേശത്തുണ്ടാവും നമ്മുടെ പ്രവർത്തകർ. 3 ആഴ്ച മുമ്പത്തെ ഷബാബിൽ അതിനൊക്കെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലോകത്തുള്ള ചില പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ സഹീഹിൽ വന്ന ചില ഹദീസുകളെ വിമർശിച്ചിട്ടുണ്ട്. അത് ചെറിയ മുണ്ടം പറയുമ്പോ അതാണ് വലിച്ചെറിയുക. കുറെ മുമ്പ് അത് മാത്രം സെമീനാത്തന. ഇതെന്ത് ഇസ്ലാഹി പ്രസ്ഥാനാണ് അല്ലേ? അപ്പൊ അദ്ദേഹത്തിനെ പറഞ്ഞിട്ടുള്ളൂ. കെ ദക്കരിയ സലായിക്ക് അപ്രമാദിത്തല്ല, ചെറിയ മുണ്ടത്തിന് അപ്രമാദിത്തുണ്ട്. ഇമാം ഷാഫിക്ക് അപ്രമാദിത്തല്ല, എന്നാ ചെറിയ മുണ്ടത്തിന് അപ്രമാദിത്തുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം പറയാം, 1 മണിക്കൂറല്ല 10 മണിക്കൂർ ഇപ്പോഴല്ല, പറ്റിയ സന്ദർഭത്തിൽ നമുക്ക് പറയാം. ഒരു കാര്യമാണ് പറഞ്ഞുതരാം. ഇമാം ബുഖാരിയുടെ സഹീഹ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ആകത്തുകയായ ഖുർആന്റെ മാതിരിക്ക് ലോകത്ത് ഒരു ഇമാമുകളും കണ്ടിട്ടില്ല. അത് നിങ്ങളത്തെ ആൾക്കാരാ പറഞ്ഞു. എങ്ങനെ? ഖുർആന്റെ അതേ മാതിരിക്ക് വള്ളി പുള്ളിക്ക് ഒരബദ്ധവും വരാത്തതാണ് സഹീഹുൽ ബുഖാരി എന്ന് ലോകത്ത് ഇമാമുകൾ പറഞ്ഞിട്ടില്ല. അല്ല എന്നാ പറഞ്ഞത്. അത് ഇവരില്ലാത്തത് ഉണ്ടാക്കിയത് പറഞ്ഞാണ് ഈ വിഷയം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് മഹാനാണ്. ഇതപ്പ ഈ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ മഹത്വത്തെ നശിപ്പിക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ള റസൂലുള്ളാന്റെ കൂടെ ജീവിച്ച മഹാന്മാർ പോലും അല്ല. അബൂബക്കർ അല്ല, ഉമർ അല്ല, ഉസ്മാൻ അല്ല, അലി അല്ല, സുബൈർ ഇബ്നുൽ അവ്വാം അല്ല. ഈ പറയപ്പെട്ട ഹിഷാമിന്റെ വല്ലിപ്പ ബാപ്പാന്റെ വാപ്പയായ സുബൈർ ഇബ്നുൽ അവ്വാം പോലുമല്ല. അള്ളാഹിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം 51 കൊല്ലം കഴിഞ്ഞ് ജനിച്ച് അദ്ദേഹത്തിന് ഓർമ്മപ്പെശക് വരാർ തുടങ്ങി. അദ്ദേഹം ഇറാഖിൽ പോയി പറഞ്ഞത് കണ്ടോ? ഇമാം മാലിക് റഹിമഹുല്ലാഹ് വഖാല ഇബ്നു ഖറാഷ്, ഇമാം ഇബ്നു ഖറാഷ് പറഞ്ഞിരിക്കുന്നു, കാന മാലിക്കും ലാ യർലാഹു. പിൽക്കാലത്ത് മാലിക് ഇമാം അദ്ദേഹത്തെ അംഗീകരിക്കാറുണ്ടായിരുന്നില്ല. എന്തേ?
എന്തേ എന്നാൽ ആദ്യകാലത്ത് മദീനത്ത് നിന്നോ മാലിക് ഇമാം ഒരുപാട് ഹദീസ് ഇദ്ദേഹത്തിന്റെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ സിഹിറിന്റെ ഹദീസ് മാലിക് ഇമാം ഉദ്ധരിച്ചില്ല. അദ്ദേഹത്തിന്റെ മുവത്ത ലോകത്ത് ആദ്യമായിട്ട് വന്ന ഒരു കിതാബ്, ഹദീസിന്റെ കിതാബ് ഏതാ? ലോകത്ത് ആദ്യമായിട്ട് വന്ന ഹദീസിന്റെ കിതാബ് മറ്റേ സഹീഫയായിരുന്നു. കിതാബ് ഇമാം മാലിക്കിന്റെ മുവത്തയാണ്. ആ കാലക്കാരൻ, മദീനക്കാരൻ, മദീനയിൽ ജനിച്ചു വഫാത്തായ മഹാൻ, അദ്ദേഹം സിഹിറിന്റെ ഹദീസ് കൊടുത്തില്ല. പോകട്ടെ, അമാനി മൗലവി സിഹിറിനെ പറ്റി ഒരുപാട് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ കാര്യം പറഞ്ഞിട്ടില്ല. ചെറിയ മുണ്ടൻ തന്നെ ഹദീസിൽ ആ സംഭവത്തിൽ തന്നെ പറഞ്ഞ് അല്പസമയം ബാധിച്ചു എന്നാണ്. ഇന്ന് സത്യത്തിൽ എങ്ങനെ ഹദീസിലുള്ളത്? ഒരു ഹദീസിൽ 6 മാസം, ഈ പറഞ്ഞ ആൾക്ക് തന്നെ ഒരു ഹദീസിൽ 6 മാസം, ഒരു ഹദീസിൽ 3 മാസം, ഒരു ഹദീസിൽ 40 ദിവസം അല്ലേ? അങ്ങനെയൊക്കെയാണ് സഹോദരന്മാരെ. അല്ലാഹു തആല അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും അവർക്ക് അർഹിക്കുന്ന ആ ബഹുമാനത്തിൽ, ആ സ്നേഹത്തിൽ കാണാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. എന്റെ പേര് ബദ്രുദ്ദീൻ, സ്വദേശം പള്ളൂര്. ചോദ്യം ഇതാണ്: എന്താണ് ജിന്ന്? ജിന്നിന്റെ കഴിവെന്ത്? ചോദ്യം കേട്ടിട്ടുണ്ടാവുന്ന കരുതുന്നു. എന്താണ് ജിന്ന്? എന്താണ് ജിന്നിന്റെ കഴിവ്? ജിന്നിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. വൽ ജാന്ന ഖലഖ്നാഹു മിൻ ഖബൽ മിൻ നാരി സമൂം. ജിന്നുവർഗത്തെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് നാം സൃഷ്ടിച്ചതാണ്, ചൂടേറിയ അഗ്നിയിൽ നിന്ന്. വൽ ജാന്ന ഖലഖ്നാഹു മിൻ ഖബൽ മിൻ നാരി സമൂം, സൂറത്തു ഹിജ്റിലെ 27-ാമത്തെ ആയത്തിൽ. ഈ ജിന്നുവർഗം, ഇതിൽ 2 തരക്കാരുണ്ട്. നല്ല ജിന്നുകളുണ്ട്, ചീത്ത ജിന്നുകളുണ്ട്. അഥവാ പടച്ചവന് കീഴ്പ്പെട്ടു ജീവിക്കാനാണ് ഈ വർഗത്തെയും അല്ലാഹ് മനുഷ്യനെ പോലെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് അള്ളാഹനെ മാത്രം ആരാധിച്ചു ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ജിന്നുവർഗവും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിക്കേണ്ടവരാ. അവരിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിക്കുന്നവരുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. ഈ ജിന്നുവർഗത്തിൽപ്പെട്ട ആളാണ് ഇബ്ലീസ്. കാന മിനൽ ജിന്നി, സൂറത്തു കഹ്ഫിലെ 50-ാമത്തെ ആയത്തിൽ അള്ളാഹ് വിശദീകരിച്ചു. ഇബ്ലീസ് കാന മിനൽ ജിന്നി, ജിന്നുവർഗത്തിൽപ്പെട്ടവനാണ് ഇവൻ. അപ്പൊ ജിന്നുവർഗം എന്നൊരു വർഗം ഇവിടെയുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? അവയെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവയുടെ കഴിവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചു തന്നതല്ലാതെ അതിനപ്പുറം വേറൊന്നും നമുക്കറിയുകയില്ല. ആ ജിന്നുവർഗത്തിൽപ്പെട്ട ശൈത്താൻ മനുഷ്യന്റെ ശത്രുവാണ്. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ, മനുഷ്യന്റെ കഠിന ശത്രുവാണ്. എങ്ങനെയാ ശത്രുത അവൻ ഉപയോഗിക്കുക? പടച്ചവന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ട്, ദുർബോധനം നടത്തിക്കൊണ്ട് അവൻ ആ രീതിയിൽ നമുക്കെതിരെ നീങ്ങുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അഅറാഫിലെ 27-ാമത്തെ വചനത്തിൽ ഉപമയിലൂടെ പഠിപ്പിക്കുന്നു അല്ലാഹ്. യാ ബനി ആദം ലാ യഫ്തിനന്നകുമു ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. യാ ബനി ആദം, ആദമിന്റെ സന്തതികളെ അഥവാ മനുഷ്യരെ എന്ന. ലാ യഫ്തിനന്നകുമു ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ ഫിതനയിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും, നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ പുറത്താക്കിയതുപോലെ, മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന്. അഥവാ ആദം അലൈഹിസ്സലാമിയെയും ഇണയെയും സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസ് പുറത്താക്കിയതുപോലെ നിങ്ങളെയും അവൻ ഫിത്തനയിലാക്കാതിരിക്കട്ടെ. എങ്ങനെ പുറത്താക്കിയത്? ശരീരത്തിൽ കയറിക്കൂടിയാണോ? അല്ല. തട്ടിക്കൊണ്ടുപോയാണോ? അല്ല. രോഗമുണ്ടാക്കിയിട്ടാണോ? അല്ല. പിന്നെ എങ്ങനെയാ? വസുവസ ലഹുമ ശൈത്താൻ, സൂറത്തു അഅറാഫിൽ തന്നെ അല്ലാഹ് വിശദീകരിച്ചു. ദുർബോധനം നടത്തി ആ ശൈത്താൻ, അവർക്ക് രണ്ടാൾക്കും ദുർബോധനം നടത്തി. ആ ദുർബോധനം ശൈത്താന്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാവും. ആ ദുർബോധനം ശൈത്താന്റെ ഭാഗത്തു നിന്ന് നമുക്കെതിരെ ഉണ്ടാവും. അഥവാ പടച്ചവന്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിക്കാൻ അതിനെന്തു വേണം? അള്ളാഹിനോട് രക്ഷ തേടണം. ഖുൽ അഊദു ബി റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്ന ഇവന്റെ ഷർറിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അപ്പൊ ഈ തേട്ടം എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇവരുടെ കഴിവുകളെ കുറിച്ച് അവരിൽ ബിൽഡിംഗ് എടുക്കുന്നവരുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒവ്വാസ് മുങ്ങൽ വിദഗ്ധരുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇത് രണ്ടും
ഖുർആൻ എടുത്തു പറഞ്ഞത് സുലൈമാൻ അലൈഹിസ്സലാമക്ക് ഈ വർഗത്തെ അള്ളാഹ് കീഴ്പ്പെടുത്തി കൊടുത്തു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി എന്ന. അത് ഇനി ലോകത്തിൽ ഒരാൾക്കും കിട്ടൂല. ഹബ്ലി മുൽക്കൻ ലാ യംബഇ ലി അഹദിൻ മിൻ ബഅദി, എനിക്കു ശേഷം ആർക്കും നൽകാത്ത അധികാരം നീ നൽകണമേ എന്ന് സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കാറ്റിനെ അള്ളാഹ് അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതിനെ വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നു അദ്ദേഹം. അതുപോലെ വശയാത്തീന, ശൈത്താന്മാരെയും അള്ളാഹ് അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അതിൽ ബന്നാ ഉണ്ടായിരുന്നു, ബിൽഡിംഗ് പണി എടുക്കുന്ന ആള്. വവ്വാസ് ഉണ്ടായിരുന്നു, മുങ്ങൽ വിദഗ്ധർ. അതുപോലെ തന്നെ വാഹരീന മുഖറനീന ഫിൽ അസ്ഫാദ്, ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട ടീമുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇനി ലോകത്തിൽ ആർക്കും ലഭ്യമാവുകയില്ല. സുലൈമാൻ അലൈഹിസ്സലാമക്ക് അള്ളാഹ് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് മാത്രം. അതുകൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാമക്ക് അവയെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. നമുക്ക് ജിന്നുകൾ എന്ന വർഗം ലാബിൽ പരിശോധിച്ച് കണ്ടെത്താൻ സാധ്യമല്ല. അവർ പൂർണ്ണമായി വൈബിയാണ്. അതുകൊണ്ട് തന്നെ അവയോടുള്ള തേട്ടവും വൈബിയ. നബിയുടെ ചുറ്റിലും ഒരു സംഘം ജിന്നുകൾ വന്നിരുന്നു, ഖുർആൻ കേട്ടു. നബി അവയെ കണ്ടില്ല, നബി അറിഞ്ഞില്ല. അവസാനം വഹി ഇറങ്ങി, ഊഹിയ ഇലയ്യ അന്നഹുസ്തമാ നഫറും മിനൽ ജിന്ന്, ഒരു സംഘം ജിന്നുകൾ പരിശുദ്ധ ഖുർആൻ കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് വഹി ലഭിച്ചിട്ടുണ്ട് എന്ന് വഹി ഇറങ്ങിയപ്പോഴാണ് പ്രവാചകൻ ആ കാര്യം അറിഞ്ഞതുപോലും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് പടച്ചവൻ പഠിപ്പിച്ചു തന്നതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്നിട്ടുള്ള ഈ കാര്യങ്ങളല്ലാതെ അതിനപ്പുറം മറ്റൊന്നും ഈ വർഗത്തെക്കുറിച്ച് അറിയുകയില്ല. എന്റെ പേര് അബൂബക്കർ കോയ, വളർന്ന് ജീവിക്കുന്നു. ഞാൻ മഹരിബിന് ഇവിടുന്ന് നമസ്കാരത്തിന് പിരിയുമ്പോൾ എന്റെ മനസ്സിൽ 2 ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ മാറ്റിവെക്കുന്നു. ഞാൻ മഹരിബ് നമസ്കാരത്തിന് ഇവിടുന്ന് പുറപ്പെട്ട് തൊട്ടടുത്തൊരു സുന്നി പള്ളിയാണ്. അപ്പൊ കുറച്ചും കൂടെ തൗഹീദിന്റെ പള്ളിയാണല്ലോ എന്ന് കരുതി ഞാൻ മുജാഹിദ് പള്ളിയിലാണ് പോയത്. പക്ഷെ എന്റെ മുസ്ലിം മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ആ പള്ളിയിൽ വെച്ചുണ്ടായി. അതാ ഞാൻ ചോദ്യ രൂപേണ നിങ്ങളോട് ചോദിക്കുന്നത്. എന്റെ ഈ ചോദ്യത്തിന് ബഹുമാന്യനായ അലി മദനി മറുപടി പറയണം. 2 സെഫ് കഴിഞ്ഞ് 3ാമത്തെ സെഫ് നിന്നപ്പോൾ ഒരുപാട് ആളുകളെ അവിടെ നിന്ന് മാറ്റി. എന്നിട്ട് പറഞ്ഞു അവിടെ സെഫില്ല. ഒരു സെഫ് കൃത്യമായി നമസ്കരിക്കാൻ സ്ഥലം ഉണ്ടായിരിക്കെ അവിടെ നിന്ന് മാറ്റി. എന്തിന്റെ പേരിലാണെന്ന് അറിയാത്തതിന്റെ പേരിൽ അന്വേഷിച്ച് പറഞ്ഞു അതിന് ഹദീസ് ഉണ്ട്, തൂണുകൾക്കിടയിൽ സെഫ് കെട്ടാൻ പാടില്ല, കൃത്യമായിട്ട് സുജൂദ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. ഇതെന്റെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. അതിന് ഹദീസ് ഉണ്ടെന്നാ പറയുന്നത്. അതിന് ഇസ്ലാമിക മാനദണ്ഡം എന്താന്ന് വിശദീകരിക്കണം. അപ്പൊ ഇന്ന് കണ്ട ഒരു അനുഭവത്തെ കുറിച്ചാണ് ബഹുമാന്യനായ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് വിശദീകരിച്ച പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരക്കില്ലാതെ നല്ലപോലെ നല്ല നിലയിൽ തൂണിന്റെ ഇടയിൽ സഫ് നിൽക്കാതെ തന്നെ നമസ്കരിക്കാൻ നല്ല വിശാലമായ സൗകര്യം ഉണ്ടെങ്കിൽ എന്തു വേണ്ട, തൂണിന്റെ ഇടയിൽ എന്ത് ചെയ്യേണ്ടതില്ല, സഫ് നിന്നുകൊള്ളണമെന്നില്ല, മാറി നിൽക്കാം എന്നാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുള്ളത്, സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ അതില്. പക്ഷെ തിരക്കുണ്ടാവുമ്പോ എന്ത് ചെയ്യാം, തൂണുകൾക്കിടയിലും എന്ത് ചെയ്യാവുന്നതാണ്, സുജൂദ് ചെയ്യാവുന്ന ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിൽക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ അക്ഷരപൂജകന്മാരുണ്ടല്ലോ, ചിലരിങ്ങനെ സഫിൽ നിന്നിട്ട് കാണാം, ഇങ്ങനെ അല്ലെ, ആ പോക്കറ്റിൽ നിന്ന് ആ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ തേച്ചിട്ട് പിന്നെ അതാണ്ട് ഇറക്കി കളയുന്നു. എന്താ സംഭവം? ഹദീസിലുണ്ട് സിവാക്ക് സുന്നത്താണ്. എപ്പോഴാണ് ആ സിവാക്ക് സുന്നത്ത്? അത് വളരെ കൃത്യമായി മനസ്സിലാക്കാതെ അപ്പടി എന്താ പറഞ്ഞതെന്ന് ബോധ്യപ്പെടാതെ ആ രീതിയിൽ അങ്ങനെയാണ് ചെയ്യുക. അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടാണത്. ആ ഹദീസിൽ വന്നിട്ടുള്ളത് തൂണുകൾ മാറ്റിവെച്ച് അഥവാ തൂണിന്റെ സ്ഥലത്ത് നിൽക്കാതെ വേറെയുള്ള സ്ഥലത്ത് സൊഫ് കെട്ടാൻ സൗകര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സൊഫ് കെട്ടാവുന്നതാണ്, കുഴപ്പമില്ല. അതല്ല തിരക്കുള്ള സമയത്തൊക്കെ തൂണിന്റെ ഇടയിലും സൊഫ് നിൽക്കാം, ഒരു കുഴപ്പമില്ല. അതൊരു ഹറാമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അത്രയുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഇഫ്തിഖാർ, കൂത്തോർമെന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, തീവ്രവാദികളും വർഗീയവാദികളും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിനെ വിമർശിക്കാത്ത മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് അവരെ എതിർക്കുന്നത് എന്തിനാണ്? തീവ്രവാദികളും വർഗീയവാദികളും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിനെ വിമർശിക്കാത്ത മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് അത് ജമാഅത്ത് ഇസ്ലാമി. അവർ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനെ എന്തിനാണ് വിമർശിക്കുന്നത്? സഹോദരങ്ങളെ, ചോദിക്കപ്പെട്ടത്
പല പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയാൽ അതിനെയൊന്നും വിമർശിക്കാത്ത മുജാഹിദ് പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയതിനെ എന്തിനാണ് വിമർശിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയതിന് മുജാഹിദുകൾക്ക് എതിർപ്പൊന്നുമില്ല. ജമാഅത്തുകാർക്ക് പലതും ഉണ്ടാക്കുക, എന്തും ചെയ്യാം. അത് ജമാഅത്തുകാരുടെ സ്വാതന്ത്ര്യം. ജമാഅത്തുകാരെ മുജാഹിദുകൾ വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയുടെ ഭാഗമാണ് ഒരാള് ഇന്ത്യ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയെ അനുസരിക്കുക എന്നുള്ളത് ചെയ്താൽ അത് അള്ളാഹുവിന് പുറമെ ജനാധിപത്യത്തിന് ഇത്താത്ത് സമർപ്പിക്കലാണെന്നും അതുകൊണ്ട് തന്നെ അത് മുഖേന അയാൾ മുശ്രിക്കായി തീരും, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം ചെയ്യുന്ന ആളായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയുമായിട്ട് ഈ കാര്യത്തെ ബന്ധിപ്പിക്കുമ്പോഴാണ് മുജാഹിദുകൾ അതിനെ വിമർശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയും അടിസ്ഥാനവും അനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആര് ഇന്ത്യൻ വ്യവസ്ഥ അനുസരിച്ച് ഉണ്ടാക്കിയാലും അതെന്താകും? ജമാഅത്തെ ഇസ്ലാമിന്റെ വാദമനുസരിച്ച് അത് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ ഭരണഘടനക്കുമുള്ള ഇത്താത്തായി തീരും. അപ്പൊ ജമാഅത്തിന്റെ വാദം അനുസരിച്ച് അത് ലാ ഇലാഹ ഇല്ലല്ലക്ക് വിരുദ്ധമായി തീരും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആദർശവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ജമാഅത്ത് അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളിടത്താണ് മുജാഹിദുകൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതല്ല, ജമാഅത്തുകാർ പലതും ചെയ്യാറുണ്ട്. അങ്ങനെ ജമാഅത്തുകാർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ അപ്പൊ ഇതാണ് ഈ കാര്യത്തിലുള്ള അടിസ്ഥാനപരമായ വിശകലനം. എന്നാൽ ജമാഅത്തുകാര് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ ജനാധിപത്യ വ്യവസ്ഥയെപ്പറ്റിയും അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള ഭരണകൂട രീതികളെ പറ്റിയുമൊക്കെ ജമാഅത്തുകാർ പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുകയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് രംഗത്ത് വരികയാണെങ്കിലും നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിലും ഒക്കെ ഏത് സാഹചര്യത്തിലാണ് അത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അവർ ബന്ധിപ്പിച്ചിട്ടുള്ളത് ഒരു പോളിസി ആയിട്ടല്ല. പോളിസിയായിട്ട് ബന്ധിപ്പിച്ച് ഏതെങ്കിലും പ്രസ്ഥാനം പല പോളിസികളും മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് കൂടിയിട്ട് മാറ്റി പറയലുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു, കോൺഗ്രസ് മാറ്റി പറയുന്നു, അവരുടെ പോളിസിയാണത്. ഇത് പോളിസി അല്ല, മറിച്ച് അടിസ്ഥാന ആശയവും ആദർശവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ബന്ധിപ്പിച്ചിട്ടുള്ളതിന്റെ ഫലമായിട്ടാണ് മുജാഹിദുകൾ അതിനെ എതിർക്കുന്നത്. പ്രബോധനം 1952 ജനുവരി 1 നമുക്ക് കാണാൻ പറ്റും. ഈ നാട്ടിലെ ഭരണകൂടം ഇസ്ലാമികമായിരിക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയോ അഥവാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി ഭരണം ഇസ്ലാമികമായി മാറ്റാൻ സാധിക്കുമെന്ന് ജമാഅത്തിന് തോന്നുകയോ ചെയ്യാത്ത കാലത്തോളം ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയേയില്ല. എങ്ങനെ? ഒന്ന്, ഈ നാട്ടിലെ ഭരണകൂടം ഇസ്ലാമികമായിരിക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുക. ഇവിടെ ഏതെങ്കിലും ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഗവൺമെന്റോ കേന്ദ്രത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റോ കേരളത്തിലുള്ള UDF സർക്കാരോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഈ ഇലക്ഷനോട് കൂടി നമ്മളിതാ ഇവിടെ ഇസ്ലാമിക ഭരണം ആകാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമേ പങ്കെടുക്കുള്ളൂ എന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. അതേപോലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക വഴി ഭരണം ഇസ്ലാമികമായി മാറ്റാൻ സാധിക്കുമെന്ന് ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തുകാർ പങ്കെടുത്താൽ ഒരു പഞ്ചായത്തിൽ ഇസ്ലാമികമാക്കാൻ കഴിയും. എവിടെയെങ്കിലും ഏതെങ്കിലും പഞ്ചായത്തില് ഇസ്ലാമിൽ പറഞ്ഞ ഇസ്ലാമിന്റെ ശിക്ഷാ നിയമമാണ് കൈവെട്ടുക, കട്ടവന്റെ കൈവെട്ടുക. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ജമാഅത്തുകാർ പങ്കെടുത്തിട്ട് ഇലക്ഷനിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ തന്നെ അവിടെ കൈവെട്ടുക എന്നുള്ളത് നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ? അതുമില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിലേ പങ്കെടുക്കുള്ളൂ എന്നാ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള വിദണ്ഡവാദങ്ങൾ ആദർശവുമായി കൂട്ടിഘടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നതിന്റെ പേരിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ മുജാഹിദ് പ്രസ്ഥാനം വിമർശിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന എല്ലാ പാർട്ടികളുടെയും പിന്നാലെ കുതിര കയറുക എന്നുള്ളത് മുജാഹിദുകളുടെ നയമല്ല. വ്യക്തമായ ഒരു ആദർശ അടിത്തറയുടെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തുമായുള്ള ഈ കാര്യത്തിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. ഞാൻ അലി ചമ്പാട്. എൻ്റെ സംശയം,
സ്വർഗലോകത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു മലക്കുകളോടും ജിന്നുകളോടും ആവശ്യപ്പെട്ടു സുജൂദ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഇവിടുത്തെ കേരളത്തിലെ സമസ്ത സുന്നികൾ പറയുന്നത് അത് ഒരു ബഹുമാനത്തിന്റെ സുജൂദാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവരുമായ ആൾക്കാർക്ക് ഞങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ സുജൂദ് ചെയ്യുന്നുണ്ട്. അത് ആദരവിന്റെ സുജൂദ് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല മഹാന്മാരുടെ ദർഗകളിലും പോയാൽ നമുക്ക് സുജൂദ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പൊ അത് ഒരു ആദരവിന്റെ സുജൂദ് മാത്രമാണ്. അത് തൗഹീദിനോ അല്ലെ അള്ളാഹുവിന്റെ തൗഹീദിന് വിരുദ്ധമല്ല. എന്താണ് ഇതിന്റെ ഹക്ക്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദം നബി വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം ഫസജദു ഇല്ലാ ഇബ്ലീസ്. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം ഫസജദു ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസ് ഒഴിച്ച എല്ലാവരും സുജൂദ് ചെയ്തു. ഖാല അസ്ജുദു ലിമൻ ഖലഖത തീന. നീ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ഇവന് ഞാൻ സുജൂദ് ചെയ്യുകയോ എന്ന് പറഞ്ഞ് ഇബ്ലീസ് അതിനെ നിസ്സാരപ്പെടുത്തി. അപ്പൊ മലക്കുകള് ആദം നബി അലൈഹി ഇസ്ലാമയുടെ മുന്നിൽ ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്തത് അത് യഥാർത്ഥ സുജൂദായിരുന്നു എന്നും അല്ല എന്നും പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുള്ള ഒരു വിഷയം. ഇനി യഥാർത്ഥ സുജൂദ് ആയിരുന്നെങ്കിൽ പോലും ശരി, അള്ളാഹുവിന്റെ റസൂല് ഒരുക്ക തന്റെ വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ഭർത്താക്കന്മാരോട് പെരുമാറേണ്ട അങ്ങേയറ്റത്തെ രൂപത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ നാം കൽപ്പിക്കുമായിരുന്നു. അപ്പൊ അള്ളാഹു ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ നമ്മളോട് കൽപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്യല്ലാതെ നിവൃത്തില്ല. അള്ളാഹു കൽപ്പിച്ചാ ചെയ്യാം. അള്ളാഹു നിരോധിച്ചത് വസ്ജുദൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. നിങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യരുത്, ചന്ദ്രന് സുജൂദ് ചെയ്യരുത്, അള്ളാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണ് നമ്മള് സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുന്നത് ശിർക്കായിട്ട് നാം വിലയിരുത്തുന്നത്. ഇത് ഖുർആനിൽ പറഞ്ഞതാണ്. അതുപോലെ സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹ് സവാജിറിന്റെ ഹാഷിയായ അൽ ഇഅ്ലാമു ബി ഖവാത്തിൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് മനുഷ്യൻ ഒരു മുസ്ലിം മുർത്തദ്ദായി പോകുന്ന അവസ്ഥ, അതായത് അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം തേടുക, അള്ളാഹു പടച്ച തമ്പുരാന്റെയും പടപ്പുകളുടെയും ഇടയിൽ മധ്യവർത്തികളെ നിർത്തി വയസ്അലുഹും അള്ളാഹിനോട് തേടുന്നത് പോലെ ഇവന്റെ കാര്യങ്ങൾ ആ സൃഷ്ടികളോട് തേടുക, വയദുഊഹും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ആ വ്യക്തികളോട് പ്രാർത്ഥന നടത്തുക. അതൊക്കെ മുർത്തദ്ദായി പോകുന്ന സംഗതിയാണ്. വഅൻ യസ്ജുദ ലിനഹ്വി ശംസിൻ, സൂര്യനെ പോലെയുള്ളതിന് സുജൂദ് ചെയ്യുക. അപ്പൊ അള്ളാഹ് കൽപ്പിച്ചാൽ പ്രവാചകന്മാർക്കും സുജൂദ് ചെയ്യാം, നമുക്കും സുജൂദ് ചെയ്യാം. ഇപ്പൊ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുട്ടിനെ കൊന്നു. കൊല നമുക്ക് ഹറാമാണ്. എന്തുകൊണ്ട് ഖിദർ അലൈഹി സ്വലാം അത് കൊന്നു എന്ന് ചോദിച്ചാൽ അള്ളാന്റെ കൽപ്പന. അതുപോലെ കപ്പലിനോട്ടാക്കി ജനങ്ങള്
സഞ്ചരിക്കുന്ന ഒരു കപ്പലിനോട്ടാക്കി. അമ്മസ്സഫീനത്തു ഫകാനത്തിൽ മസാകീന യഅ്മലൂന ഫിൽ ബഹർ ഫഅറത്തു അൻ നഈബഹാ വകാന വറാഅഹും മലികുൻ യഅഖുദു കുല്ല സഫീനത്തിൻ വസ്ബഹാ. അപ്പൊ ഇതിന്റെ ഒക്കെ ഹുക്മ അല്ലാഹ്ക്കേ അറിയുള്ളൂ. അപ്പൊ സുജൂദ് എന്നുള്ളത് ഒരു ആരാധനയാണ്, റുക്കൂ എന്നുള്ളത് ഒരു ആരാധനയാണ്. ഈ ഇത്തരം ആരാധനകൾ അല്ലാഹു ഇന്ന വ്യക്തികൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നില് മലക്കുകൾ സുജൂദ് ചെയ്തത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ്. അതിൽ തെറ്റില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് സുജൂദാണോ അല്ലേ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ട്. അള്ളാഹു ചെയ്യുന്ന കാര്യം ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു, സൂറത്ത് അംബിയായിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാ യുസ്അലു അമ്മാ യഫ്അലു, അള്ളാഹു പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഒരാൾക്കും ചോദ്യം ചെയ്യാവതല്ല. വഹും യുസ്അലൂൻ, എന്നാൽ പടപ്പുകൾ തെറ്റ് ചെയ്താൽ പടച്ച തമ്പുരാൻ ചോദിക്കും. അപ്പൊ അള്ളാഹു ആണ് കൽപ്പിച്ചത് ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. അത് ചോദ്യം ചെയ്യാൻ മനുഷ്യരെന്ന അവന്റെ പടപ്പുകൾ എന്ന നിലക്ക് നമുക്ക് അവകാശമില്ല. അസ്സലാമു അലൈക്കും. അബ്ദുൽ അസീസ് നാദാപുരം വാണിവേൽ നിന്നാണ്. ഒരു ലളിതമായ ചോദ്യമാണ്, ഉപചോദ്യങ്ങൾ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മലക്കുകൾ അഭൗതിക മാർഗത്തിൽ കൂടി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുമോ? മലക്കുകൾ അഭൗതികമായ വിധത്തിൽ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുമോ എന്നാണ് ചോദ്യം. അതിന് മറുപടി പറയാണ്, വൈബിയായ വിധത്തിൽ അല്ലാഹു അല്ലാത്ത ആരും നമ്മെ സഹായിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ വിശ്വസിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്കെതിരാണ്. വൈബിയായ വിധത്തിൽ അല്ലാഹു അല്ലാത്ത ആരെങ്കിലും ഏതെങ്കിലും ശക്തി നമ്മെ ഉപദ്രവിക്കുകയോ സഹായിക്കുകയോ ചെയ്യുമെന്ന് വിശ്വസിക്കൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശത്തിന് വിരുദ്ധമാണ്. നിങ്ങൾ കൂട്ടിക്കലർത്തി പറയരുത്. മലക്കുകളുടെ കാര്യം മാത്രമാണ് ചോദിച്ചത്. നിങ്ങളെ വിഷയാവതരണത്തില് സൂറത്ത് അൻഫാലിൽ ആയത്തോതിയിട്ട് ബദർ യുദ്ധത്തില് മലക്കുകൾ സഹായിച്ചു, മുസ്ലിങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭൗതിക മാർഗത്തിൽ കൂടിയാണോ അഭൗതിക മാർഗത്തിൽ കൂടിയാണോ? കൂട്ടിക്കലർത്തി പറഞ്ഞിട്ടില്ല, വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അഭൗതികമായി വൈബിയായിട്ടുള്ള സഹായം പടച്ച തമ്പുരാനിൽ നിന്നും മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. വൈബിയായിട്ടുള്ള സഹായം പടച്ച തമ്പുരാനിൽ നിന്നും മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ ബദർ യുദ്ധത്തിൽ മലക്കുകളോടല്ല പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ, പടച്ചവരെ ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഇനി ഈ ലോകത്ത് നീ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല എന്ന് പടച്ചവനോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയത്. ആ പടച്ചവനോട് തേടിയപ്പോഴ് പടച്ചവൻ സഹായിച്ചു മലക്കുകളിലൂടെ. അന്നീ മുമിദ്ദുക്കും, ഞാൻ നിങ്ങളെ സഹായിക്കും. ആരാ സഹായിച്ചത്? അള്ളയാണ് സഹായിച്ചത് മലക്കുകൾ എന്ന സംവിധാനത്തിലൂടെ. അന്നീ മുമിദ്ദുക്കും ബിഅൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ ഇറങ്ങുന്ന മലക്കുകളെ കൊണ്ട് ഞാൻ സഹായിക്കും. അങ്ങനെ അള്ള മലക്കുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് സഹായിച്ചു. ആ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ള പറഞ്ഞെന്താ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. അള്ള കൽപ്പിച്ചതിനെതിരായിട്ട് അവർക്കൊന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അള്ള കൽപ്പിച്ചതു മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. സൂറത്തുൽ അഅ്ദിലെ 11-ാമത്തെ വചനത്തിൽ അള്ള വളരെ വ്യക്തമാക്കി, ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. ലഹു മുഅഖിബാത്തുൻ മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, അവന്റെ മുന്നിലും പിന്നിലും പ്രത്യേക സംഘങ്ങളുണ്ട്. യഹ്ഫളൂനഹു, അവർ അവനെ കാത്തുരക്ഷിക്കും. മിൻ അംരില്ലാഹ്, അള്ളാന്റെ കൽപ്പന പ്രകാരം. അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാവുമ്പോൾ എന്റെ ഇന്ന അടിമയെ സഹായിക്കണമെന്ന് അള്ള കൽപ്പിച്ചാൽ മലക്കുകൾ കേൾക്കും. അതല്ലാതെ അഭൗതികമായി വൈബിയായി മലക്കെന്നല്ല ഒരു ശക്തിയും എന്ത് ചെയ്യുകയില്ല, വൈബിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയില്ല, സഹായിക്കുകയില്ല. അള്ളാഹ്ക്ക് മാത്രം. മലക്കുകൾ ബദറിൽ ഇറങ്ങിയത് അള്ള അന്നീ മുമിദ്ദുക്കും ബിഅൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, അള്ളെ സഹായിച്ചത് മലക്കുകളിലൂടെ. അപ്പൊ അള്ളാന്റെ കൽപ്പന ഉണ്ടായാൽ എന്തു ചെയ്യും? മലക്കുകള് രക്ഷക്കെത്തും. അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.
എൻ്റെ പേര് ഫൈസൽ. ഇസ്ലാമിന് സ്വന്തമായ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ ഉണ്ടായിരിക്കെ അതുപയോഗിച്ച് ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കുന്നതിന് പകരം മുജാഹിദുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? ഇസ്ലാമിന് സ്വന്തമായി ഒരു രാഷ്ട്രീയ വ്യവസ്ഥ ഉണ്ടായിരിക്കെ എന്തിനാണ് മുജാഹിദുകൾ മറ്റ് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് ചോദ്യം. ഈ ഒരു ചോദ്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നാമത് ഇസ്ലാമിനൊരു പ്രത്യേക രാഷ്ട്രീയ വ്യവസ്ഥ ഉണ്ടായിരിക്കെ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്? തിരിച്ച് അത് വെച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. ഇസ്ലാമിന് കൃത്യമായ രാഷ്ട്രീയ വ്യവസ്ഥ ഉണ്ടായിരിക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെ നേരെ അങ്ങോട്ട് പങ്കെടുത്താൽ പോരെ. ജമാഅത്തെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്തായിരുന്നു? വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ആരാണ്? ഫാദർ അബ്രഹാം. അപ്പൊ അത് വെച്ചാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിറ്റായി. ഇനി ബാക്കിയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ആ വിഷയം വിശദീകരിച്ചു തരാം. കാരണം നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആൻ. ഇപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ സാധാരണ ജമാഅത്ത് ഇസ്ലാമിന്റെ ആളുകളൊക്കെ പ്രസംഗവശാൽ പറയലുണ്ട് ഖുർആൻ ഒരു ഭരണഘടനയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കുവൈത്ത് എന്ന രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ ഭരണഘടന ഏതാറിയോ? ഭരണഘടന വേറെ ഉണ്ടാവര്, മുസ്ലിങ്ങളവിടെ ഭരിക്കുന്നത്. ഭരണഘടന അവർ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഖുർആൻ എന്ന് പറയുന്നത് ഭരണഘടന ഉണ്ടാക്കുന്നതിനുള്ള മൗലികമായ മാർഗനിർദ്ദേശങ്ങൾ ഖുർആനിൽ നിന്ന് കിട്ടും. അതേപോലെ ഒരു സമൂഹം ഓരോ കാലത്തിന്റെയും യുഗത്തിന്റെയും വികാസത്തിനനുസരിച്ച് ഓരോ രാജ്യത്തും വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പരിസ്ഥിതികൾ രൂപം കൊള്ളും. ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ രാഷ്ട്രീയ സ്വരൂപങ്ങൾ രൂപം കൊള്ളും. അപ്പൊ അത്തരം സ്വരൂപങ്ങളോട് പ്രതികരിക്കുന്നതിനും അത്തരം വ്യത്യസ്ത രാജ്യങ്ങളുടെ സ്ഥിതിഗതികളോട് പ്രതികരിക്കുന്നതിനുമുള്ള മൗലികമായ നിർദ്ദേശങ്ങളാണ് ഖുർആനിൽ അടക്കം ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഖുർആനില് ഇപ്പോ നമ്മള് ഇന്ത്യൻ ഭരണഘടന എടുക്കുക, ആ ഭരണഘടന എടുത്ത അതേമാതിരിയാണ് ഖുർആനിലെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നതല്ല. ഇന്ത്യൻ ഭരണഘടന രീതി എന്താ? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു പ്രിയാമ്പിൾ ഉണ്ട്, ഒരു ആമുഖമുണ്ട്. അതേപോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അതിന്റെ മൗലികത വിവരിക്കുന്ന ഭാഗങ്ങളുണ്ട്, പിന്നെ അതിന്റെ ആർട്ടിക്കിളുകൾ വിവരിക്കുന്ന ഭാഗമുണ്ട്. അതാണ് ഇന്ത്യൻ ഭരണഘടന, അതാണ് ഇന്ത്യൻ ഭരണവ്യവസ്ഥയുടെ അടിസ്ഥാനം. എന്നാൽ ഇസ്ലാമികമായൊരു സൊസൈറ്റി വന്നാൽ അതിന്റെ ഒരു ഇസ്ലാമിക് സൊസൈറ്റി ഒരു ഭരണവർഗമായിട്ട് ഭരണസ്വരൂപമായി രൂപപ്പെട്ടാൽ എങ്ങനെയായിരിക്കും അതിന്റെ ഘടനയും ആശയങ്ങളും രൂപപ്പെടുക? ഇത് IPH തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുഹമ്മദ് അസദിന്റെ ഭരണകൂടം എന്നുള്ള പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ പുസ്തകത്തിൽ കൃത്യമായി മുഹമ്മദ് അസദ് വിവരിക്കുന്നുണ്ട് ഇസ്ലാം അതിന്റെ മൗലികതയാണ് നൽകിയിട്ടുള്ളത്. അതല്ല അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ല. വിശദാംശങ്ങൾ അതത് കാലഘട്ടത്തിന്റെ വികാസത്തിനനുസരിച്ചുകൊണ്ട് രൂപം കൊള്ളേണ്ടതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാ? ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എലക്ഷൻ മെത്തേഡ് എന്നുള്ളത്. ഇസ്ലാമിലെ എലക്ഷൻ മെത്തേഡ് എങ്ങനെയാ? നബി കാണിച്ചെന്ന എലക്ഷൻ മെത്തേഡ് എങ്ങനെയാ? ഖുർആനിലെ ഹദീസിന്റെ ആയത്ത് ധരിച്ചൊന്ന് പറയോ? അതുകൊണ്ടാണ് ഇതേപോലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കുറച്ചു മുമ്പ് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടന്നൊരു പരിപാടിയിൽ അബ്ദുറഹിമാൻ സാഹിബ്, ജമാഅത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിജീവിയായിട്ടുള്ള അബ്ദുറഹിമാൻ സാഹിബ് ജമാഅത്തുകാരോട് പറഞ്ഞു, നമ്മൾ കുറെ കാലമായല്ലോ ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ എന്നിങ്ങനെ പറയുന്നത്. എവിടെ ആ സാമ്പത്തിക വ്യവസ്ഥന്റെ ആശയങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങൾ? എവിടെ ആ സാമ്പത്തിക വ്യവസ്ഥ കൃത്യമായി പറയുന്ന എന്തെങ്കിലും ആശയങ്ങൾ അടങ്ങിയ കൃത്യമായ വിശകലനങ്ങൾ എവിടെ എന്ന് അദ്ദേഹം ജമാഅത്തുകാരോട് ചോദിക്കുന്നുണ്ട്. അപ്പോ അതൊക്കെ ചില സങ്കല്പങ്ങളായി ചില അടിത്തറകളിൽ നിന്നുകൊണ്ട് ചില വിശദാംശങ്ങൾ ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ കൃത്യമായിട്ട് അത് രൂപം കൊള്ളൽ പിന്നെ ഉമർ ബിൻ ഖത്താബിന്റെ കാലഘട്ടത്തിൽ അവിടത്തെ ഭരണകൂടത്തിന്റെ ഓഫീസ് വ്യവസ്ഥകൾ എന്ന് പറയുന്ന ദീവാൻ എന്ന് പറയുന്നത് അത് പേർഷ്യക്കാരുടേത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്താണ്. പേർഷ്യക്കാരുടേത് ഇസ്ലാമിൽ ഹറാമല്ലാത്തത് കൊണ്ട്
പേർഷ്യക്കാരുപയോഗിച്ചിട്ടുള്ള ഓഫീസ് സിസ്റ്റം ഇസ്ലാമിക സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്തു. അപ്പൊ അങ്ങനെ ഫിറ്റാകുന്ന സംഗതികള്, ഇസ്ലാം ഹറാമാക്കാത്ത കാര്യങ്ങള് കാലത്തിന്റെ വികാസത്തിനനുസരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ മേഖലയിൽ അപ്ലൈ ചെയ്യാമെന്നുള്ള ഇസ്ലാമിന്റെയും ഖുർആാനിന്റെയും വളരെ ബുദ്ധിപരവും ഉയർന്നതുമായ സമീപനം. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മതമാണ്. അള്ളാഹിന്റെ മതമായതുകൊണ്ട് തന്നെ അതിലെ ഇത്തരത്തിലുള്ള പോയത്തങ്ങളും വെഡിത്തങ്ങളും ഉണ്ടാവില്ല. കാരണം അത് കാലത്തിന്റെയും ലോകത്തിന്റെയും വികാസത്തെ ഉൾക്കൊള്ളുന്ന രീതിയിൽ എങ്ങനെയാണ് രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്നുള്ളത് പറഞ്ഞു. അതിൽ ഷാവിർഹും, നിങ്ങൾ പരസ്പരം കൂടിയാലോചിക്കുക, അതുപോലെ നിങ്ങൾ മുഷാവറ നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായി പറഞ്ഞു വെച്ചു. ബാക്കി വിശദാംശങ്ങൾ രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് പറയുന്നത് കാലത്തിന്റെയും ലോകത്തിന്റെയും വികാസത്തോടൊപ്പം ചേർന്ന് ഉണ്ടായിത്തീരുന്നതാണ് എന്നതാണ് ഇസ്ലാമിന്റെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദർശനം. ഈ ദർശനം തന്നെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ IPH പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുഹമ്മദ് അസദിന്റെ ഭരണകൂടം എന്ന പുസ്തകം എടുത്തു വായിച്ചാൽ മതി. ഇസ്ലാഹി ക്ലാസ് റൂമിലേക്ക് ഒരു സഹോദരന്റെ ചോദ്യം വന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ജിന്നുകൾ മനുഷ്യരെ സഹായിക്കുമോ? നമ്മൾ ജിന്നുകളെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ നേരത്തെ പറഞ്ഞു, പൂർണ്ണമായി ജിന്നുകൾ വൈബിയായിട്ടുള്ള ഒരു ടീമാണ്. നമ്മൾക്ക് അവയെ കണ്ടെത്താനോ ആ രീതിയിൽ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. പടച്ചവനും പടച്ചവന്റെ റസൂലും പറഞ്ഞതല്ലാതെ മറ്റൊന്നും അതിന് ഒരടിസ്ഥാനമില്ല മനസ്സിലാക്കാൻ. ഇപ്പൊ ജിന്നുകൾ മനുഷ്യരെ സഹായിക്കുമോ എന്നൊരാൾ ചോദ്യം ചോദിച്ചാൽ അതൊരു കുരുട്ട് ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ അറിയോ, സുലൈമാൻ അലൈഹിസ്സലാം മനുഷ്യനാണല്ലോ. സുലൈമാൻ അലൈഹിസ്സലാം ജിന്നുകളെ ഉപയോഗപ്പെടുത്തിയതായിട്ട് ഖുർആനിലുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴാണ് അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്? അള്ളാഹ് ആ വർഗത്തെ സുലൈമാൻ അലൈഹിസ്സലാമക്ക് കീഴ്പ്പെടുത്തി കൊടുത്തപ്പോൾ. മനസ്സിലായല്ലോ? അള്ളാഹ് ആ വർഗത്തെ സുലൈമാൻ അലൈഹിസ്സലാമക്ക് കീഴ്പ്പെടുത്തി കൊടുത്തപ്പോൾ അവയെ എന്ത് ചെയ്തു? സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? ഉപയോഗപ്പെടുത്തി. അത്രേ ഉള്ളൂ. അപ്പോ സുലൈമാൻ അലൈഹിസ്സലാം മനുഷ്യൻ തന്നെയാണ്. ആ രീതിയിൽ അദ്ദേഹം ജിന്നുകളെ അള്ളാഹ് കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറം ഏതെങ്കിലും വിധത്തില് ഇവർ നമ്മളെ സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ എന്ത് ചെയ്തിട്ടില്ല. പടച്ച തമ്പുരാനോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമുക്ക് വിവരം തന്നിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യം ചർച്ച ചെയ്യുക പോലും വേണ്ട. ഒരു 2 ചോദ്യങ്ങൾ എന്നെ ഏൽപ്പിക്കപ്പെട്ടതാണ്. അതായത് ഒരു മുജാഹിദിന്റെ ഔദ്യോഗിക വിഭാഗത്തിലെ ഒരു സുഹൃത്ത് ചോദിക്കാൻ പറഞ്ഞായിട്ട് എന്നെ ഏൽപ്പിച്ച ഒരു ചോദ്യം, അതായത് ഞങ്ങൾ AP വിഭാഗത്തിലെ പണ്ഡിതന്മാരുടെ ഇടയിൽ ഉള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് യഥാർത്ഥ നിങ്ങളുടെ ഇടയിലുള്ള ഗ്രൂപ്പിസത്തെ മറച്ചു വെക്കാനല്ലേ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സുഹൃത്ത് ഇവിടെ തന്നെ ഉണ്ട്, അദ്ദേഹത്തിന് ഇവിടെ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ചോദിക്കാം. ഇനി ഒരു ചോദ്യത്തിനും കൂടെ അവസരം തരണം. ഇപ്പൊ നാടുനീളെ ഇന്നവർ പറഞ്ഞു നടക്കുന്ന കാര്യമാണത്. ഞങ്ങളിടയിൽ മസലയിലുള്ള ചെറിയ 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 അഭിപ്രായ വ്യത്യാസങ്ങൾ അത് നിങ്ങൾ മടവൂരികൾ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? നാട്ടിലൊന്നായിട്ട് പ്രചരിപ്പിച്ച് നിങ്ങൾക്കിടയിലെ ഗ്രൂപ്പിസം മറച്ചുവെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണ്. എന്താണ് അവിടെയുള്ള പ്രശ്നം എന്നുള്ളത് നിഅ്മത്തുള്ള ഫാറൂഖിയെ ഈ നാട്ടുകാർക്ക് പരിചയം ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് KK സക്കരിയ സലായിയെയും ഈ നാട്ടുകാർക്ക് പരിചയം ഉണ്ടാവും. രണ്ടാളും പറഞ്ഞത് ഇപ്പൊ നേർക്ക് നേരെ കേൾപ്പിച്ചു തരാം. ആ ക്ലിപ്പിൽ 3-ാമത്തെ നമ്പർ. നിഅ്മത്തുള്ള ഫാറൂഖി ആഴ്ചകൾക്ക് മുമ്പ് അവരുടെ സംസ്ഥാന നേതൃത്വം എല്ലാ ചൊവ്വാഴ്ചകളിലും നടത്തുന്ന പ്രതിവാര ക്ലാസ്സിൽ ഇന്ന് അവരുടെ ഇടയിലുള്ള അവസ്ഥ എന്താണ് എന്ന് വിശദീകരിക്കുന്നു. സാധാരണ ഒരു മുസൽമാൻ മുജാഹിദായി വന്നാൽ വിസർജിക്കുന്ന, ഛർദിച്ചു കളഞ്ഞിരുന്ന കാര്യങ്ങളിൽ സുന്നത്തും ഫർളും തപ്പുകയാണെന്നൊരു ടീം. മാത്രവുമല്ല, നമ്മൾ ഒഴിവാക്കിയ ശിർക്ക്, കുഫർ, അന്ധവിശ്വാസം. നമ്പർ 3 നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങളും തിരിച്ചുകൊണ്ടുവരികയാണ്. പഴയ കാലഘട്ടത്തിലെ
മുജാഹിദ് നേതാക്കന്മാരെങ്ങാണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ഇവരുടെ ഉടലിൽ തല കാണുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു മുസൽമാനായ മനുഷ്യൻ, മുസ്ലിം നാമധാരിയായ ആള് എന്തൊക്കെ ഒഴിവാക്കിയിട്ടാണോ വന്നത്? എപ്പോഴാ നമ്മളൊക്കെ ഒരു സലഫിയായത്, ഒരു മുജാഹിദായത്, ഒരു ഇസ്ലാഹി പ്രവർത്തകനായത് എപ്പോഴാ? ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും അതങ്ങോട്ട് മാറ്റി വെച്ചപ്പോ. അത് മാറ്റിവെക്കാത്ത ആൾക്കാർക്ക് വേറെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പ്രത്യേകത എന്താ? ദീക്കണ്ട് കടന്നു വരുന്നോട് കൂടിയിട്ട് ഷിർക്ക് അങ്ങോട്ട് ഒഴിവാക്കും, ബിദ്അത്ത് ഒഴിവാക്കും, ഖുറാഫാത്ത് ഒഴിവാക്കും, ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു മുവഹീദായിട്ട് അങ്ങോട്ട് കടന്നു വരുന്നത്. അഥവാ ഒരുപാട് സംഗതികൾ വിസർജിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് മുജാഹിദായപ്പോ. ഒരുപാട് ഛർദ്ദിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ മുജാഹിദിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ വന്നപ്പോൾ എന്തൊക്കെ വിസർജിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഛർദ്ദിച്ചിട്ടുണ്ട്, അത് മെല്ലെ പരിശോധിക്കുക. അതിൽ വല്ല മൂല്യമുണ്ടോന്ന്. എന്നിട്ട് അതെടുത്തിട്ട് മെല്ലെ അതിനെ സുന്നത്താക്കുക, അതിനെ ഫർളാക്കുക. സുബ്ഹാനല്ലാഹ്. എന്തെല്ലാം കുത്താറാത്തീപും ഏർപ്പാടും പിന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ അതിലേക്കൊക്കെ നമ്മൾ വീണ്ടും ചെല്ലുക. എന്തൊക്കെ ഉറുക്കും ഏലസും മന്ത്രവും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ അതിക്കൊക്കെ നമ്മളെ പിന്നെയും കൊണ്ടുവരിക. മുജാഹിദുകൾ വിസർജിച്ച വസ്തുവാണത്. അതിൽ നിന്ന് തെളിവുണ്ടാക്കുക. ഇതിനെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിക്കുകയും വാദപ്രതിവാദങ്ങളും മുഖാമുഖങ്ങളും നടത്തിയിട്ട് തെളിവുദ്ധരിക്കാൻ കഴിയാതെ അന്ധവിശ്വാസികള്, കപടവിശ്വാസികള്, ബഹുദൈവ വിശ്വാസികൾ മുട്ടുമടക്കിയതാ നമ്മുടെ മുമ്പില്. അവരെ മൂത്ത് നോക്കാൻ വയ്യ നമുക്ക്. ഇപ്പൊ നമ്മളപ്പുറത്തെത്തിങ്ങളിലെ എന്തൊരു സങ്കടം പഠിച്ചോനെ. ഇതൊക്കെ കെട്ടിപ്പടുത്ത ആ ത്യാഗികളെങ്ങാനും തിരിച്ചു വരികയാണെങ്കിൽ ഒരൊറ്റ ഒന്നിന്റെ തലമലോ ഉടലുമ്പോ തല ഉണ്ടാവില്ല. അമ്മാര് പണിയിക്കാ പോണത്, പുറത്തിറങ്ങാൻ വയ്യാന്ന്. എല്ലാ ജാതിന്റെ കയ്യിൽ ഇതാണ്, ഈ സീഡികളാണ്. കണ്ടില്ലേ? ഇപ്പൊ എല്ലാം ആയില്ലേ? ഇപ്പൊ അടിച്ചിറക്കണ ഏർപ്പാടായില്ലേ? ഇപ്പൊ ജിന്ന് ക്ലിനിക്കില്ലേ? ഞങ്ങളെടുത്തുണ്ടാതൊക്കെ. സുബ്ഹാനല്ലാഹ്. അന്ധവിശ്വാസത്തിലേക്ക് വീണ്ടും നമ്മളെ കൈപ്പിടിച്ചു കൊണ്ടുപോവുക. എന്താ കുടുങ്ങാൻ കാരണം? അത് ഇന്ന ആൾക്കാരൊക്കെയാണ്. ഇന്ന ആൾക്കാർ? അവനാന് വേണ്ടത് അവനാൻ ചെയ്യണം. ഒരാളെ പിന്നാലെ പോയി അയാൾ വിളിച്ചിട്ടാണ് പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നരകത്തിക്കാണ്ട് പോകേണ്ടി ഒരു സഹോദരങ്ങളെ. ഇതാണ് സംഭവിക്കുന്നത്. മുജാഹിദുകള് വിസർജിച്ചതിൽ മൂല്യമുണ്ടോ എന്ന് നോക്കിയിട്ട് പണ്ട് നമ്മുടെ ശത്രുക്കളെ നമ്മൾ പരാജയപ്പെടുത്തിയ സംഗതികൾക്ക് ആ ശത്രുക്കൾക്ക് നമ്മൾ തെളിവുണ്ടാക്കി കൊടുക്കുക. നമ്മൾ തന്നെ തെളിവുണ്ടാക്കി കൊടുക്കുക അവർക്ക്. അവർ തോറ്റുപോയതാ തെളിവ് കാണാതെ. ഇപ്പൊ നമ്മൾ തന്നെ തെളിവുണ്ടാക്കി അവർക്ക് കൊടുക്കുക. കേട്ടല്ലോ എന്താണ് അവിടെ നടക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു രൂപമാണ് നിഅ്മത്തുള്ള നൽകിയത്. നിഅ്മത്തുള്ള ഇവരുടെ പ്രമുഖ പണ്ഡിതനാണ്, പ്രാസംഗികനാണ്. KNM TP അബ്ദുള്ള കോയ മദനി നേതൃത്വം നൽകുന്ന സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന ഓഫീസിൽ CD ടവറിൽ സംഘടിപ്പിച്ച ക്ലാസ്സിലാണ് നിഅ്മത്തുള്ള ഫാറൂഖ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പുറം കേൾക്കണ്ടേ? ഇതൊക്കെ കേൾക്കുമ്പോൾ സക്കരിയ സലാഹി ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? സക്കരിയ സലാഹി വർദ്ധിക്കുക. സക്കരിയ സലാഹി പൂളങ്കര പ്രോഗ്രാമിൽ ചോദിച്ചത് എന്താ അറിയോ? നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദാവുമെന്ന്. അഥവാ സക്കരിയ സലാഹിനെയും ആ ടീമിനെയും KNMനൊക്കെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദാവുമെന്ന്. കാരണം ഇതിൽ മുഴുവൻ ചപ്പും ചവറുമാണ്. അവര് സംസ്ഥാന തലം വരെ എത്തിയിട്ടുണ്ട്. പോരെങ്കിലോ അവിടെ നിൽക്കുന്നില്ല. പിളർന്ന സമയത്ത് നാട്ടിൽ KNMനെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തരിയാണ് ഉള്ളത് എങ്കിൽ ഒരു ഗുണവും ഇല്ലാത്ത അവനെന്ത് ചെയ്തു? മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ചപ്പെങ്കിലും ചപ്പ് കടക്കട്ടെ ഇതിനനുകൂലിക്കുന്നവൻ. അവൻ മാനേജ്മെന്റ് കോട്ടയിൽ സംസ്ഥാന തലത്തിൽ വരെ എത്തുകയാണെന്ന്. ആദർശമല്ല, മാനേജ്മെന്റ് കോട്ട നേർക്കുനേരാണ് കേട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ, KNMന്റെ ISMന്റെ ആളുകൾ, അവരുടെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. കാരണം എന്താ അറിയോ? മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിന്റേതായ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചിട്ടപ്പോ ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. പ്രത്യേകിച്ച് സംഘടന പിളർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം KNMനെ അനുകൂലിക്കുന്ന ഒരു കള്ളിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. കാരണം എന്താ, ആരും ഇല്ലല്ലോ അവിടെ.
എന്നാ ഒരാളെങ്കിലും ഉണ്ടാകട്ടോ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും KNM സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ് എന്ന നിലക്ക് പിന്നെ മാനേജ്മെന്റ് ക്വാട്ടയിൽ എത്തുകയാണ്. സംഘടനയിൽ മേഖലാ സെക്രട്ടറി അവൻ ജില്ലയും മേഖലയും ജില്ലയും ഒന്നുമില്ല, നേരിട്ട് സംസ്ഥാനത്തേക്കൊക്കെ എത്തുകയാണ്. അങ്ങനെയുള്ള കുറെ ആളുകള് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി എന്നത് പ്രസ്ഥാനത്തിന്റെ ക്വാളിറ്റി ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കും എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ഇത് മുജാഹിദ് പ്രസ്ഥാനം, യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ CP ഉമർ സുലമി നേതൃത്വം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ ഒരു പ്രശ്നവുമില്ല. വളരെ മായി അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. അപ്പൊ പ്രശ്നം മുഴുവൻ അവിടെ. എത്രത്തോളം TP പറഞ്ഞെന്താ അറിയോ, അള്ളാനെ പോലെ തന്നെ ശൈത്താന് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ടീമാണ് വരുന്ന. സംയുക്ത കൗൺസിലിൽ പറഞ്ഞതാ. ആദർശത്തിന് ദുരങ്കം വെക്കുന്നവരാണ് പാലത്ത് സംസ്ഥാന ട്രഷററാ പറഞ്ഞിട്ടുള്ളത്. AP പറഞ്ഞതുണ്ട്. അപ്പൊ ഇതാണ് അവിടെയുള്ള ദുരന്തം. ഹലോ, മറ്റൊന്ന് പറഞ്ഞാല് സക്രിയ സലാഹി എവിടെയും ജിന്നിനെ വിളിച്ചു തേടാം, മലക്കിനെ വിളിച്ചു തേടാം എന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്ന ഒരു വർത്തമാനമാണ് എന്നാണ് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം സക്കരിയ സലാഹി ഇന്ന് സ്നേഹപൂർവ്വം സലഫികളോട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്നേഹപൂർവം എന്താ ചോദിക്കുന്ന അറിയോ, 10,000 കുതിരശക്തിയോട് കൂടി ചോദിക്കുക, ഞാൻ എവിടെ ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്, ഞാൻ എവിടെ ജിന്നിനോട് സഹായം തേടാന്ന് പറഞ്ഞത് എന്ന്. എല്ലായിടത്തും നടന്നിട്ട് ഒരാൾ തേങ്ങ എന്നങ്ങനെ പറഞ്ഞു, തേങ്ങയെക്കുറിച്ച്. അവസാനം അത് വിവാദമായപ്പോ ഇയാൾ ചോദിക്കുക, ഞാൻ എവിടെ നാളികേരം എന്ന് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. തേങ്ങ എന്ന് പറഞ്ഞാലും നാളികേരം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. പ്രാർത്ഥന എന്ന പദപ്രയോഗം നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രാർത്ഥന എന്ന അർത്ഥം വരുന്ന പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ നമ്മെ സഹായിക്കും. ശരിക്ക് കേട്ടോളി, ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ നമ്മെ സഹായിക്കും. എന്താ ആരാധന, പൂജ? ഇബാദത്തിന് മലയാളത്തിൽ പറയാവുന്ന രണ്ടർത്ഥാണത്, ആരാധന, പൂജ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ജിന്നുകൾക്ക് ഇബാദത്ത് ചെയ്താൽ അവർ നമ്മെ സഹായിക്കും. എന്താ ഇബാദത്ത്? മദ്രസയിൽ പഠിച്ച മുജാഹിദ് മദ്രസയിൽ പഠിച്ച കുട്ടിക്കാരെ അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതുതന്നെയാകുന്നു ആരാധന, ഇബാദത്ത്. അപ്പൊ ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ നമ്മെ സഹായിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ജിന്നെ കാക്കണേ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ ജിന്നു നമ്മെ സഹായിക്കും, ഉത്തരം ചെയ്യും. സാക്ഷാൽ സക്കരിയ സലാഹി മൂപ്പര കോലത്തിൽ ജിന്നു എന്ന് പറഞ്ഞോന്നല്ല, ചിലപ്പോ ഇനി അതായിരിക്കും പറയാ അടുത്ത ഘട്ടത്തില്, അതിന്റെ കോലത്തിൽ ജിന്നു എന്ന് പ്രസംഗിച്ചത് എനിക്ക് കടവത്തൂര് എന്ന്. ഹിദായ മൾട്ടിമീഡിയ അത് എടുത്തത്, അത് ഒഴിവാക്കണട്ടോ എന്നൊക്കെ പറഞ്ഞേക്കാം. എന്നിട്ടോ രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താ പറഞ്ഞത് അറിയോ? ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കും എന്ന് പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആരാധനയും പ്രാർത്ഥനയും രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു. പക്കാ ശിർക്കൻ വാദം, 916 ശിർക്കൻ വാദം. എന്നിട്ട് പ്രാർത്ഥനയുടെ നിർവചനം പറയുന്നു തൊട്ടടുത്ത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ളത് ചോദിക്കല എന്ന് പറഞ്ഞാൽ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ പ്രാർത്ഥന ആവൂലാന്ന്. സമസ്തക്കാരുടെ അതേ വാദം, സമസ്തക്കാർ പറഞ്ഞതും അതന്നെ. അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഞങ്ങൾ ഇസ്തിഹാസ നടത്തുന്നത് അല്ല അവർക്ക് കൊടുത്ത കഴിവെന്നാ ചോദിക്കണേ. കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവൂല. സമസ്തക്കാരുടെ അതേ വാദം സക്കരിയ സലാഹി ആവർത്തിക്കുന്നു. എന്നിട്ട് ചോദിക്കുക, ഞാൻ എവിടെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്? നേരത്തെ പറഞ്ഞതന്നെ തേങ്ങാന്ന് പറഞ്ഞു നടന്നു. എന്നിട്ട് ചോദിക്കുക, നാട്ടിലൊക്കെ നടന്നിട്ട് നാളികേരം നീ ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന്. പ്രാർത്ഥന എന്ന വാക്കുപയോഗിച്ചിട്ടില്ല. പക്ഷേ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ നമ്മെ സഹായിക്കുമെന്ന വാദം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണത്. അബൂജഹലിന്റെ തൗഹീദാണത്. ജിന്നുകളോട് അവർ ആരാധന നടത്തിയിരുന്നു. അന്നഹു കാന റിജാലും മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന് ഫസാദൂഹും റഹക, സൂറത്തു ജിന്നിൽ പറഞ്ഞ. എന്നിട്ട് സൂറത്തു ശുആറയിലെ 221-ാമത്തെ ആയത്ത്, സൂറത്തു അഅറാഫിലെ 27-ാമത്തെ ആയത്തിന്റെ അവസാന വചനം ദുർവ്യാഖ്യാനം നടത്തുന്നു ആ സുഹൃത്ത്. കേട്ടു നോക്കി നിങ്ങള്. പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കണ്ടോ? ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കൈവിൽപ്പെട്ട സഹായം.
ജിന്നുകൾക്ക് പല കഴിവുണ്ട്. അതാണ് സൂറത്ത് ശുഅറ 221, 222 പറഞ്ഞത്. അതൊന്നെടുത്ത് വായിച്ചോ കമാനിയോടിന്റെ പരിഭാഷ. ഹൽ നുനബ്ബിയുക്കും അലാ മൻ തനസ്സലു ശയാതീൻ, ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നത്? ആരുടെ മേലിറങ്ങുന്നത്? തനസ്സലു അലാ കുല്ലി അഫാക്കിൻ നസീം, എല്ലാ പാപികളുടെയും വ്യാജൻ പറയുന്നവരുടെയും അടുത്താണ്. ജ്യോത്സ്യന്മാര്, മന്ത്രവാദികൾ, പണിക്കന്മാര്, അങ്ങനത്തെ പിശാച് ഇറങ്ങും. പിശാച് അവരെ പല ഉപദേശവും കൊടുക്കും, അവനെ കൊണ്ട് കഴിയുന്ന പല സഹായങ്ങളും ചെയ്തു കൊടുക്കും. ആ സഹായം കിട്ടണമെങ്കിൽ പിശാചിനെ പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ വേണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതോ അത് ഖുർആൻ പറഞ്ഞതാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ സഹായം ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയാ. സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം സാധിച്ചു കൊടുക്കാൻ സൃഷ്ടികൾക്ക് കഴിയോ? പൊട്ടന്മാരെ. അപ്പൊ ജിന്നുകളോട് പ്രാർത്ഥിച്ചാലും മലക്കുകളോട് പ്രാർത്ഥിച്ചാലും ഏത് സൃഷ്ടികളോട് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടൂല. കാരണം എന്താ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാനുള്ള കഴിവ് അല്ലാഹുവിന് കൊടുത്തിട്ടില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം ചോദിക്കലാണ്. അവരെ കൈവിൽപ്പെടാത്ത അവരോട് ചോദിച്ചാൽ കിട്ടുമോ? ജിന്നിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല, മലക്കിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല. കാരണം അതിനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യങ്ങള് അവർ എന്ത് ചെയ്യും? അവരെ ആളുകൾക്ക് സഹായിക്കും. ഞാൻ രണ്ടായത്തോതി ഒന്നല്ലുനബ്ബിയുക്കും അലാമൻ തനസ്സലു ശയാതീൻ, അതുപോലെ തന്നെ ഇന്നാ ജഅൽന ശയാതീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ, ഈമാനില്ലാത്ത ആളുകൾക്ക് പിശാചുക്കളെ അല്ലാഹു സഹായികളാക്കി വച്ചിരിക്കുന്നു, മിത്രങ്ങളാക്കി വച്ചിരിക്കുന്നു എന്ന് സൂറത്ത് അഅറാഫിലായത്ത്. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും, അവന്റെ കൈവിൽപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കൈവിൽപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ്. അത് ജിന്നിനോട് ചോദിച്ചാൽ കിട്ടൂല, മലക്കിനോട് ചോദിച്ചാൽ കിട്ടൂല. അത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. അതാണ് അത് ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, സൃഷ്ടികൾക്കാർക്കും കഴിയില്ല. ചെയ്യുന്ന പറഞ്ഞ സഹായം അവരെ കഴിവിൽപ്പെട്ട സഹായവുമാണ്. അതിലെ നിരവധി ആയത്തുകൾക്കെതിരാണ്. സൂറത്തു യൂനുസിലെ 18-ാമത്തെ ആയത്ത്, ഇസ്രായിലെ 56-ാമത്തെ ആയത്ത്, സൂറത്തു അഅറാഫിലെ 194 മുതലുള്ള വചനങ്ങൾ, ഇങ്ങനെ നിരവധി ആയത്തുകൾക്കെതിരായിട്ടുള്ള ഷിർക്കൻ വാദമാണ് സക്കരിയ സ്വലാഹി ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹമായിട്ട് ഐക്യപ്പെട്ടു പോവുകയാണ്. ഇപ്പം ഇദ്ദേഹമായിട്ട് ഐക്യപ്പെട്ടു പോവുകയാണ്. ബഹുമാന്യനായ TP അടക്കമുള്ള ആളുകള് പരലോകം കഴിച്ചിലാവുമെന്ന് ശരിക്കും ആലോചിച്ചോളൂ. അതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന സഹോദരന്മാരെ, മുജാഹിദ് സുഹൃത്തുക്കളെ, പരലോകം രക്ഷപ്പെടണമെങ്കിൽ കടന്നു വരാം CP ഉമർ സുലമി നേതൃത്വം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്. അതിനത് കേൾപ്പിച്ചെന്ന്. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം, നേരത്തെ ഉത്തരം പറയുന്നിടത്ത് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പിൽ ഷബാബ് വായിച്ചു നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ജിന്നുകൾ മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമെന്നും ഞാൻ തന്നെ ചിലപ്പോൾ ജിന്നിന്റെ കുട്ടിയാണോ എന്ന് അല്ലാഹു ആലം എന്ന അബദ്ധം അദ്ദേഹം പറഞ്ഞു പോയത് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അത് വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് ആവർത്തിക്കുന്നത്? അത് പരലോക ബോധം ഇല്ലാത്തത് കൊണ്ടല്ലേ? അദ്ദേഹം സൂചിപ്പിച്ചത് ശംസുദ്ദീൻ പാലത്ത് ഇവരുടെ പണ്ഡിതനാണ്, ഇവരുടെ ISMന്റെ സംസ്ഥാന നേതാവായിരുന്നു. അദ്ദേഹം സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞത് എന്താ അറിയാം നിങ്ങള്? ജിന്നുകൾ മനുഷ്യ സ്ത്രീകളേക്ക് യഥേഷ്ടം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടും. മാത്രമല്ല, ഒരു ദിക്ർ ചെല്ലാൻ മറന്നുപോയാൽ ഏർപ്പാടിൽ ശൈത്താനും പങ്കാളിയാവുന്ന. എന്നിട്ട് അദ്ദേഹം അതിന് സൂറത്തു കഹ്ഫിലെ വചനങ്ങൾ വായിച്ചിരുന്നു, സൂറത്തു കഹ്ഫിലെ ആയത്തോതിയിരുന്നു, ബുഖാരിയിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിരുന്നു. മാത്രമല്ല, അദ്ദേഹം കോപാകുലനായി പറഞ്ഞത് ഈ മൗലവിമാരുടെ മുമ്പിൽ തെളിവാണ് ഞാൻ ഉദ്ധരിക്കുന്നത്, ഓൽക്കോ അലക്കമുക്കിയ എഴുത്തും അതുപോലെ തന്നെ വാറോലകളുള്ളും അവരുടെ അടുക്കൽ തെളിവില്ല എന്ന് പറഞ്ഞ് പ്രമാണങ്ങൾ ഉദ്ധരിച്ചാ പറഞ്ഞിരുന്നത്. എവിടെയാണ് ഇദ്ദേഹം ഇത് തിരുത്തിയത്? എവിടെയാ തിരുത്തിയിട്ടുള്ളത്? തിരുത്തിയിട്ടില്ല. എവിടെയും ഇത് തിരുത്തിയിട്ടില്ല. ഈ വാദത്തെ അദ്ദേഹം എവിടെയും തിരുത്തിയിട്ടില്ല. പച്ചക്കളവ് പറയുകയാണ് തിരുത്തിയെന്ന്. അദ്ദേഹം തിരുത്തി എന്ന് പറഞ്ഞത് തന്നെ എന്താ അറിയാം നിങ്ങളത് കേൾക്കുമ്പോൾ മനസ്സിലാവും. 2ാം ഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാദമുണ്ട്, ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹം നടക്കുമോ ഇല്ലേ എന്നത് ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരി അത് പ്രമാണങ്ങൾക്കോ പ്രകൃതിക്കോ വിരുദ്ധമല്ല എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗം എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാനൊരു പണ്ഡിതന്റേത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം അദ്ദേഹം ആ രീതിയിൽ സൂചിപ്പിച്ചു എന്നല്ലാതെ ഇത് തിരുത്തിയിട്ടേ ഇല്ല.
മാത്രമല്ല തിരുത്തി എന്ന് പറഞ്ഞാണ് കഴിച്ചിടാൻ പറ്റുമോ? തിരുത്തിയിട്ടില്ല. അതിൽ അദ്ദേഹം ഉദ്ധരിച്ച ആയത്തിന് എന്താ കുഴപ്പം പറഞ്ഞു കൊടുക്കണം നാട്ടുകാർക്ക്. പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ഹദീസ് ഉദ്ധരിച്ചു പറഞ്ഞാൽ ആ ഹദീസൊക്കെ എവിടെ പോയി പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയില്ലേ നാട്ടുകാർക്ക്? അതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. നിങ്ങൾക്ക് സ്വർഗ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നിടത്ത് സൂറത്തു റഹ്മാനിൽ തന്നെ 56-ാമത്തെ ആയത്തിൽ 2 തവണ ലം യത്മിസുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. കണ്ടോ, മനുഷ്യൻ സ്പർശിച്ചിട്ടില്ല, ജിന്നും സ്പർശിച്ചിട്ടില്ല. മനുഷ്യന് കൊടുക്കുന്ന ഇണകളെ പറ്റിയാ പറയുന്നത്. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരിൽ നിന്ന് അള്ളാഹു സ്വർഗത്തിൽ സൃഷ്ടിച്ച സ്ത്രീകളെ പറ്റിയാ പറയുന്നത്. മനുഷ്യരും അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല, ജിന്നുകളും ഏർപ്പെട്ടിട്ടില്ല. എന്താ ജിന്നുകൾ ഏർപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടത്? ഒരിക്കലും ഏർപ്പെടില്ലെങ്കിൽ അത് പറയേണ്ട കാര്യമുണ്ടോ? സാധ്യതയുണ്ട്. അത് എങ്ങനെ ഏർപ്പെടും? അതാ, നിങ്ങൾ അള്ളാന്റെ നാമം മറന്നുകൊണ്ട് പോയാൽ നിങ്ങളെ കൂടെ വരും. ഏതെങ്കിലും നിലക്ക് സ്വർഗ സ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് വീഴ്ചയിൽ ഏർപ്പെടാനുണ്ട് എന്നല്ലേ സാധ്യത മനസ്സിലാകുന്നത്? ഏർപ്പെടൂല എന്നുള്ളതിന് മൗലവിമാര് തെളിവുണ്ടട്ടെ, പോസ്റ്ററുകാര്. അപ്പൊ ബാക്കി പറയാം. ഏർപ്പെടുന്നുള്ളതിന് സൂചന ഞാൻ ആവശ്യത്തിലേറെ തന്നു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനിയും തരാം. പക്ഷേ ഇതില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒന്ന് സ്വഹീഹ് ആയിരിക്കണം. ഏതെങ്കിലും മൗലവി സ്വന്തം ബുദ്ധിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് എഴുതി അത് പ്രമാണമാവില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. മറ്റോന് പോസ്റ്ററും വലിയ ഒലക്കമുക്കിയ എഴുത്തും മാത്രമേ ഉള്ളൂ, അല്ലാതെ തെളിവില്ല. നമ്മളിവിടെ തെളിവാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി ജിന്നുകൾ ശൈത്വാനിൽ നിന്ന് ശരണം തേടാത്ത ലൈംഗിക വീഴ്ചയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ളതിന് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിന് വിരുദ്ധമായി വചനമുണ്ടെങ്കിൽ കാണട്ടെ. ഇങ്ങോട്ടാണ് നമ്മുടെ ഹദീസ് ചോദിക്കുന്നത്, നമ്മളോട് അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹദീസിൽ നമ്മൾ തന്നിരിക്കുന്നു, ഖുർആനും സുന്നത്തും ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് കാണാം 18-ാമത്തെ സൂറത്തിലെ 50-ാമത്തെ ആയത്ത്. അഫ തത്തഖിദൂനഹു ദുർരിയതഹു ഔലിയ മിൻ ദൂനി. എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ, അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ? ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏർപ്പാടിൽ ശൈത്താൻ കൂടി പങ്കാളിയാകും. ജിന്നും മനുഷ്യനും തമ്മിൽ വിവാഹം നടക്കുമോ? അതിപ്പോ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ അല്ലയോ എന്നതിലുപരി നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം നടക്കുക എന്നുള്ളത് ഖുർആാനിനോ സുന്നത്തിനോ പ്രകൃതിക്കോ എതിരല്ല. അതിനെതിർക്കുന്ന ഒന്നും പ്രാമാണികമായി കടന്നു വന്നിട്ടില്ല. കേട്ടല്ലോ, സൂറത്തു റഹ്മാനിലെയും സൂറത്തു കൗഫിലെയും ആയത്തുകൾ എടുത്ത് ദുർവ്യാഖ്യാനം നടത്തിയിട്ട് മൗലവിമാരോട് തെളിവ് ഇങ്ങോട്ട് ആവശ്യപ്പെടുക. ഇപ്പൊ അയാൾ തിരുത്തിയെന്നാണല്ലോ, തിരുത്തിയത് തെളിയിക്കണം. തെളിയിക്കുന്ന സമയത്ത് എന്തു വേണം? ഇതൊക്കെ ഞാൻ പറഞ്ഞത് ചപ്പും ചവറേനി എന്ന് തിരിച്ചു പറയണം. മൗലവിമാരോട് ഇങ്ങോട്ട് ചോദിച്ച തെളിവുണ്ടല്ലോ, ഇതിന് വിരുദ്ധമായി വല്ല തെളിവുണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞത്, അത് കാണിച്ചു കൊടുക്കണം നാട്ടുകാർക്ക്. അപ്പോഴേ സംശുദ്ധിയും തിരുത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. തിരുത്തിയിട്ടില്ല. ഈ അന്ധവിശ്വാസം രഹസ്യം ഇവർ പ്രചരിപ്പിക്കുകയാണ്. إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك ഖുദൂ അന്നി മനാസിക്കക്കും. എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജ് പാഠം ഉൾക്കൊള്ളുക എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അന്വർത്ഥമാകുന്നത് അവിടെയാണ്. എല്ലാ കാര്യങ്ങളും റസൂലുള്ള പറഞ്ഞ രീതിയിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് മനസ്സിൽ ആദ്യം ഉണ്ടാകേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂല് നിർവഹിച്ച രീതിയിൽ നമുക്ക് നിർവഹിക്കണം എന്നതാകണം. വിശുദ്ധ ഖുർആനിന്റെയും നബിചര്യയുടെയും അടിസ്ഥാനത്തിൽ വിശ്വാസികൾക്ക് ഹജ്ജും ഉംറയും നിർവഹിച്ച് പുണ്യം നേടുവാൻ സഹായിക്കുന്ന ഒരു ഉത്തമ വഴികാട്ടി മൗലവി NV സക്കരിയയുടെ പ്രഭാഷണത്തോടൊപ്പം ഹജ്ജും ഉംറയും നിർവഹിക്കേണ്ട കർമ്മങ്ങളും പ്രാർത്ഥനകളും സമ്പൂർണമായി ദൃശ്യങ്ങൾ സഹിതം വിവരിക്കുന്ന വീഡിയോ CD ഹജ്ജും ഉംറയും നബി ചര്യയിലൂടെ